ലോകം ഒരു വലിയ യുദ്ധത്തിൽ നിന്ന്, കൃത്യമായി പറഞ്ഞാൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതിന് നന്ദി പറയേണ്ടത് ഐക്യരാഷ്ട്രസഭയോടോ സമാധാന നോബൽ ജേതാക്കളോടോ അല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഹജ്ജ് തീർത്ഥാടനത്തോടാണ്. മെയ് 19-ന് ഇറാനുമേൽ ഒരു ഭീകരമായ ആക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സർവ്വസജ്ജനായി നിൽക്കുകയായിരുന്നു. എന്നാൽ സൗദിയും UAE-യും ഇടപെട്ടു. വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനിടയുള്ള ആ യുദ്ധം ഇപ്പോൾ വഴിമാറിപ്പോയിരിക്കുകയാണ്. ലോകത്തെ വിഴുങ്ങാൻ നിന്ന ആ ഒരു യുദ്ധത്തെ അറബ് രാജ്യങ്ങൾ എങ്ങനെയാണ് തടഞ്ഞു നിർത്തിയത്? അതിനു പിന്നിലെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് എന്താണ്? നോക്കാം. അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ സൗദിയും UAE-യും നിരത്തിയ വാദം വളരെ രസകരമാണ്. ലോകമെമ്പാടുമുള്ള 10 ലക്ഷത്തോളം മുസ്ലിങ്ങൾ മെയ് 24-ന് ആരംഭിക്കുന്ന ഹജ്ജ് യാത്രയ്ക്കായി സൗദിയിലേക്ക് വരികയാണ്. ഈ സമയത്ത് യുദ്ധം തുടങ്ങിയാൽ അത് വലിയൊരു ട്രാഫിക് ബ്ലോക്കിലും ലോജിസ്റ്റിക് ബുദ്ധിമുട്ടുകളിലും കലാശിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ സൗദിയിൽ കുടുങ്ങും. അത് മാത്രമല്ല, ഹജ്ജ് സമയത്ത് ബോംബിട്ടാൽ അറബ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്കിടയിൽ അമേരിക്കയുടെ പ്രതിച്ഛായ മോശമാകും എന്നും അവർ ട്രംപിനെ ഓർമ്മിപ്പിച്ചു. ഇവിടെയാണ് അമേരിക്കൻ നയതന്ത്രത്തിലെ കാപട്യം ചിരി പടർത്തുന്നത്. അമേരിക്കയ്ക്ക് എപ്പോഴാണ് ഈ പ്രതിച്ഛായയെക്കുറിച്ച് ഇത്രയധികം ബോധം വന്നത്? ഫെബ്രുവരി 28-ന്, അതായത് പുണ്യമാസമായിട്ടുള്ള റമദാനിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടതും അതേ റമദാൻ മാസത്തിൽ തന്നെയാണ്. പോരാത്തതിന് പെരുന്നാൾ ദിവസത്തിലും ഇറാനുമേൽ ബോംബുകൾ വർഷിക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അന്ന് ഓർക്കാത്ത പ്രതിച്ഛായ ഇപ്പോൾ പെട്ടെന്ന് അമേരിക്കയെ അലട്ടാൻ കാരണം ഹജ്ജ് എന്ന പുണ്യകർമ്മമാണ് എന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കഴിയില്ല. അപ്പോൾ എന്താണ് ഈ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? അവിടെയാണ് ഇറാന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടി പ്രസക്തമാകുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുൻ ആക്രമണങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ ഇറാൻ അതിശക്തമായി പ്രതിരോധിക്കുകയും ഹോർമോസ് കടലിടക്ക് അടച്ചു പൂട്ടുകയും ചെയ്തു. ഇതിലും വലിയൊരു ആശങ്കയുണ്ടായത് സൗദിക്കും UAE-ക്കുമാണ്. അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ മിസൈലുകൾ ആദ്യം ചെന്ന് വീഴുക റിയാദിലും അബുദാബിയിലും ആയിരിക്കും എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിനെ കൊണ്ട് ഈ യുദ്ധം നിർത്തിച്ചത് ലോക സമാധാനത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ സ്വന്തം നഗരങ്ങളെ തീമഴയിൽ നിന്ന് രക്ഷിക്കാൻ, ഈ ഹജ്ജിന്റെ സമയത്ത് തീമഴയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സൗദിയും UAE-യും നടത്തിയ പ്രായോഗികവും ബുദ്ധിപരവുമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ചുരുക്കത്തിൽ, യുദ്ധത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് പിന്മാറാനും അതേസമയം തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാതിരിക്കാനും അമേരിക്കയ്ക്ക് വീണ് കിട്ടിയ ഏറ്റവും മികച്ച ഒരു ഒഴിവുകഴിവാണ് ഈ ഹജ്ജ് തീർത്ഥാടനം. എന്നാൽ യുദ്ധം നിർത്തിയ അമേരിക്ക വെറുതെ ഇരിക്കില്ല. മറിച്ച് ഖത്തർ വഴി പുതിയൊരു നയതന്ത്ര നീക്കം അവർ തുടങ്ങിക്കഴിഞ്ഞു. ഇറാനുമായി ഒരു താൽക്കാലിക ആണവ കരാറിൽ എത്താനാണ് അമേരിക്ക ഇപ്പോൾ അണിയറയിൽ ശ്രമിക്കുന്നത്. ഖത്തർ മുഖേന ഇതിന്റെ പ്രൊപ്പോസൽ അമേരിക്ക ഇറാന് കൈമാറി കഴിഞ്ഞു. ഈ താൽക്കാലിക കരാർ യാഥാർത്ഥ്യമായാൽ ഹജ്ജിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ വിശദമായ ചർച്ചകൾ നടക്കും. അതുവരെ ഒരു വൻ യുദ്ധം ഒഴിവാക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഹജ്ജ് തീർത്ഥാടനത്തിന് നൽകാം. മിസ്റ്റർ